എടാ നമുക്കൊന്ന് പോയാലോ ടൂറ്? എടാ ഏടിയാച്ച വിടാ അവിടെ. അങ്ങനെ നമ്മൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ പൊട്ടനുമുണ്ട്, ഞാനുമുണ്ട്, വേറെ ആരും ഇല്ലടാ. അങ്ങനെ നമ്മൾ ബൈന്ദൂർ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് ഒരു ഓട്ടോ എടുക്കണം. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ പോകേണ്ടി 10-600 റുപ്യൻ്റെ ഓട്ടോ ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുള്ളത് വേറൊന്നുമല്ല, നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചു പോകണ്ട്. നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ റൂമിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷിച്ചിട്ട് മിക്കവാറും റൂമൊന്നും കിട്ടാൻ വകുപ്പില്ലാത്ത പോലെയുള്ളത്. അങ്ങനെ റൂമൊന്നും കിട്ടാത്തതുകൊണ്ട് സൗവർണിക നദിയിൽ കുളിച്ച് നമ്മൾ അമ്പലത്തിൽ തോത് ആദ്യമായിട്ടുള്ള വ്ളോഗിങ് ആയതുകൊണ്ട് കുറച്ച് പോരായ്മയിലുണ്ട്, ക്ഷമിക്കുക. പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയും ഗംഭീരമായിട്ടൊരു അമ്പലം. നല്ല, പക്ഷെ നമ്മൾ ഉള്ളിൽ കയറുന്നവരെ നമുക്ക് വലിയ പ്രത്യേകിച്ച് മഴയൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. ഉള്ളിൽ കയറി തൊഴുത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് പൊരിഞ്ഞ മഴ. മുമ്പോ നമ്മളൊന്നും കൊടി എടുത്തിട്ടില്ല. പക്ഷെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്താ പറയുക, നൈസ്. ഇനി എന്തായാലും അധിക സമയം നിൽക്കുന്നില്ല. എന്തെങ്കിലും ഒരു ഹോട്ടൽ വരണം, കുറച്ച് ഭക്ഷണം എന്താ കഴിക്കണം, നാട് പിടിക്കണം. പൈച്ചിട്ട് ചേർന്നില്ല. രാത്രിക്ക് അങ്ങനെ വിട്ടല്ലേ പൈസക്ക് ഇടുകയും ചെയ്ത്. അപ്പോൾ രാവിലെ തന്നെ നല്ല പുഷ്ടാന ഭോജനം അങ്ങ് ഭക്ഷിച്ച് ഇതാ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇപ്പോൾ ബസ് കയറി. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്, അത് കാര്യക്കും ലാസ്റ്റായിട്ട് പറഞ്ഞേ. നമ്മളിവിടുന്ന് ഇറങ്ങി കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി. അപ്പോൾ ഇപ്പോൾ ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രം നിങ്ങൾക്ക് ആർക്കും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെന്താ ക്ഷേത്രം എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് മൂകാംബിക പോകുന്നത്, അന്നേരം കണ്ടതാണ്. അപ്പോൾ പോകുന്ന സമയത്ത് മൂകാംബിക അമ്പലത്തിലേക്ക് പോകുമ്പോൾ എൻട്രൻസ് ഒക്കെ അവാർഡ് എടുക്കാൻ പറ്റിയില്ല, മെയിനാണെന്നുള്ളത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അതെടുത്ത്. അപ്പോൾ ഇന്നലെ റൂമൊന്നും കിട്ടാത്തതിൻ്റെയോ എന്താ പറയുക, യാത്രേൻ്റെ ക്ഷീണമെല്ലായിട്ട് ഗോകുലി ബസ്സിൽ വെച്ചിട്ട് നല്ല ഉറക്കാന്ന്. അപ്പോൾ കുറച്ച് വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നിന്ന് ദയ്യൊരു ഷോട്ടും കൂടി എടുത്തിന്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ അങ്ങ് റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റോപ്പിലെത്തി. അങ്ങനെ നമ്മൾ തിരിച്ച് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ, മൂകാംബിക ബൈന്ദൂർ റോഡ് അങ്ങനത്തെ വന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. അവിടെ എത്തി. നല്ല നൈസ് കിടിലൻ സ്ഥലമാണ്, പറയാൻ വേണ്ടിക്കാൻ പറ്റില്ല. ഇപ്പോൾ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഒരു 12:30 ട്രെയിനിന് പോകാമെന്നുള്ളതിലാണ് വന്നതിന്. ഇവിടെ വന്ന് നോക്കുമ്പോൾ രാവിലെ 5 മണിക്ക് എത്തുന്ന ട്രെയിൻ ഇനി എത്തിയില്ല, സമയം 9:30 ആയി. അപ്പോൾ അതിന് പോകാമെന്നുള്ളിലാണ് നിൽക്കുന്നത്. കുറേ ആൾക്കാർ വെയിറ്റിങ്ങിലുള്ളത്. ഇപ്പോൾ എത്തുമായിരിക്കും ട്രെയിന്. ഇപ്പം തന്നെ എത്ര 9:30 ആയി. അങ്ങനെ അവസാനം നമ്മളെ ട്രെയിന് ദാഗടി എത്തിയിട്ടുണ്ട്. നീണ്ട കാത്തിരിപ്പിന് ശേഷം, നമുക്ക് വലിയ കാത്തിരിപ്പൊന്നുമില്ല. നമ്മൾ 9 മണിക്ക് എത്തി, 9:30 ട്രെയിൻ കിട്ടി, നമ്മൾ നാട്ടിൽ സുഖമായിട്ടെത്തി. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച്